അപ്പൊ ഗീത മിക്കവാറും നമ്മൾ തെളിക്കുന്ന വഴിയെ തന്നെ നടന്നേക്കും അല്ലേ? അതിനി ഒരു സംശയവും വേണ്ടിച്ചായ. അതിനുള്ള മരുന്നൊക്കെ ഞാൻ അവക്ക് കുത്തിവെച്ചില്ലയോ? ജേഡിയെയും ആ കൊച്ചിനെയും തട്ടിക്കളയാൻ വരെ നാദിറ മടിക്കത്തില്ല എന്ന് നീ പറഞ്ഞത് എന്തായാലും കലക്കി. ഗീതയുടെ മനസ്സിൽ നാദിറ ശരിയല്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ അത് മതി. അപ്പോ പിന്നെ ജേഡിയോട് സ്നേഹമുണ്ടെങ്കിൽ അയാളെ നാദിറയിൽ നിന്ന് രക്ഷിക്കാനെങ്കിലും ഗീത നമ്മളോടൊപ്പം നിൽക്കും. അതാ ഈ ഗ്ലാഡിസിന്റെ മിടുക്ക്. സമ്മതിച്ചേ. ഇതെന്നതാ, മതിയാക്കിയോ? അത്രയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ചെറുതായി ഒന്ന് കൺട്രോൾ ചെയ്യാന്ന് വെച്ചു. ഇനിയും തൂക്കം കൂടിയാലേ ശരിയാവത്തില്ല. എന്നാലും ഇത് വളരെ കുറഞ്ഞു പോയി. ഇച്ച എത്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. അല്ല ഗ്ലാഡിസേ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കുക. എന്നതാ? കൊല്ലാൻ മടിക്കാത്ത ഒരു മനസ്സ് നാദിറയ്ക്കുണ്ടെന്ന് വെറുതെ ആണെങ്കിലും നീ ഗീതയോട് പറഞ്ഞില്ലേ? അതിന് അല്ല, കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കരയ്ക്ക് അടുത്തില്ലെങ്കിൽ ജേഡി വളർത്തുന്ന ആ കൊച്ചിനെ അങ്ങ് തട്ടിയേച്ച് ആ കുറ്റം നാദിറയുടെ തലയെ കെട്ടിവെച്ചും നമുക്ക് ഈ കളി അവസാനിപ്പിക്കാൻ പറ്റും, ഇല്ലയോ? എന്റെ കർത്താവേ, അച്ഛൻ എന്നതായി പറയുന്നേ? ഞാനൊരു അവസാന കയ്യെപ്പറ്റി ചിന്തിച്ചേ ഉള്ളൂ. ആ കൊച്ചിനിപ്പോ എന്നാ സംഭവിച്ചാലും ജേഡി നാദിറയെ മാത്രമേ സംശയിക്കത്തുള്ളൂ. അതോടെ ആ ബന്ധം അങ്ങ് തീർന്നു കിട്ടും. അല്ലെങ്കിലും തീർന്നു കിട്ടും. ഇച്ചായൻ, ഞാൻ പറയുന്ന കേട്ടങ്ങ് നീങ്ങിയേച്ചാ മതി. ശരി, എന്നതായാലും കാര്യം നടന്നു കിട്ടിയാ മതി. കോടിക്ക് അടുത്ത് വരുന്ന മുതലാ. അതിനുവേണ്ടി നനഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് അതും കൊണ്ട് തന്നെ കുളിച്ച് കേറണം. ഇല്ല മാമേ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചത്ര എളുപ്പത്തിൽ തീർക്കാവുന്ന പ്രശ്നമല്ല. ഒന്നാമത് ജേഡിക്കിപ്പം മറ്റാരെക്കാട്ടിലും സ്നേഹവും വിശ്വാസവും ഒക്കെ ജിഷയോടാ. ബാക്കിയുള്ളവരൊക്കെ അവൾക്ക് എതിരാണെന്നുള്ള ധാരണയും കൂടെ ഉള്ള സ്ഥിതിക്ക് നമ്മളൊക്കെ എന്തു പറഞ്ഞാലും അവളെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടുകഥകളായി മാത്രമേ ജേഡി കരുതുള്ളൂ. എന്നാലും ആ കൊച്ച് സ്വന്തം മകളല്ല എന്ന് മണിയമ്മ നിന്നോട് സമ്മതിച്ചതില്ലയോ? ആ വിവരം നീ എന്താ ജേഡിയോട് പറയാതിരുന്നേ? വേണ്ട, മണിയമ്മ പ്രസവിച്ച കുട്ടി അല്ല ജിഷ എന്ന് മാത്രമേ അവർ സമ്മതിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വിശ്വേട്ടന്റെ കുട്ടി അല്ലാതാവണമെന്നില്ലല്ലോ. എന്ന് വെച്ചാ വിശ്വത്തിന് രമണിയിലുണ്ടായ മകള് അല്ലയോ കുഞ്ഞെ? അതെ, പക്ഷേ ഇതിന്റെ ഒരു സംശയം മാത്രമാണ്. അങ്ങനെയാണെങ്കിലും ജേഡി അവളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ വിശ്വത്തിന് അങ്ങനെ ഉണ്ടായ ഒരു മകളെ മണിയമ്മ കൊണ്ടു നടക്കുവോ? ആ ഒരു സംശയം എനിക്കും ഉണ്ടാ മാമേ. എന്തായാലും മണിയേട്ടത്തിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നതേ കല്ല് വെച്ച നുണയാണ്. അവർക്കെല്ലാം അറിയാം, പക്ഷെ ഒന്നും പറയുന്നില്ല. പോലീസിൽ പരാതി കൊടുത്ത് പറയിപ്പിക്കണം കുഞ്ഞെ. ആൾമാറാട്ടത്തിന് കേസും കൊടുക്കണം. അതെ, അതും നല്ലൊരു വഴിയാ. അതൊക്കെ ചെയ്യണമെങ്കിൽ ജേഡിയും നമ്മളോടൊപ്പം നിൽക്കണം അമ്മാമ്മേ. അല്ലാതെ വളർത്താൻ ഏറ്റെടുത്ത ആൾക്ക് കുട്ടിയുടെ കാര്യത്തിൽ യാതൊരു സംശയമോ പരാതിയോ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ജേഡിയുടെ സൽക്കർമ്മത്തെ എതിർക്കുന്നതായിട്ടേ പോലീസിനും തോന്നുള്ളൂ. അപ്പൊ ഇനി എന്നാ ചെയ്യാനാ മോളുടെ തീരുമാനം? നമുക്ക് നമ്മുടേതായ രീതിയിൽ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ വിശ്വേട്ടനെ കാണണം. അതല്ലെങ്കിൽ ആ രമണിയെ പിടികൂടണം. എന്നിട്ട് അവരിൽ ആരെങ്കിലും കയ്യോടെ കൊണ്ടുവന്ന് ഇവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. അല്ലാതെ ജേഡിയായിട്ട് ഇവളെ ഇവിടുന്ന് ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ എളുപ്പം നടക്കുന്ന കാര്യമാണോ കുഞ്ഞെ? എളുപ്പമല്ല. ഇപ്പൊ തന്നെ ഞാൻ പുറത്തു പോയതിൽ ജേഡിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങി അന്വേഷിക്കാന്ന് പറയുന്നത് റിസ്ക്. ആ കാര്യം റോക്കി ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലയോ, അവനിപ്പോ പഴയ പോലെയൊന്നും അല്ല. കുടുംബസ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കാണുന്നുണ്ട്. നിന്റെ കാര്യത്തിൽ എന്നാ സഹായം വേണമെങ്കിൽ ചെയ്യാന്ന് എനിക്ക് വാക്കും തന്നേക്കുക. വേറൊരു വഴിയില്ലെങ്കിൽ നമുക്കതും ആലോചിക്കാം. വിശ്വേട്ടൻ ഇപ്പൊ എവിടെയാന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതിയായിരുന്നു. ആ ജിഷ കുഞ്ഞിന് വിശ്വസാറിന്റെ കത്ത് വരാറുണ്ട് കുഞ്ഞെ. ചിലപ്പോ അതിലെങ്ങാനും മതി, അത് കിട്ടിയാലും മതി.
വിലാസം ഇല്ലെങ്കിലും നമ്മൾ അന്വേഷിക്കുന്നതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും അതിലുണ്ടാവും, ആ, ആ. അല്ലേ? ഇല്ല, അതിൽ സംശയിക്കത്തക്കതായിട്ട് ഒന്നും കാണില്ല മോളെ. ഉം. ഒരിക്കൽ വന്ന കത്ത് ഞാൻ അവളെ കൊണ്ട് വായിപ്പിച്ചതല്ലയോ? കത്ത് വായിപ്പിച്ചതല്ലയോ? അമ്മമ്മ വായിച്ചില്ലല്ലോ. അതില്ല. എങ്കിൽ ആ കത്ത് കിട്ടുമോ നോക്കണമല്ലോ. ജേഡി സാറും ആ കൊച്ചും ഇല്ലാത്തപ്പോ അവരുടെ മുറി പരിശോധിക്കണം. അതല്ലെങ്കിൽ കുഞ്ഞു വല്ല പുസ്തകവും നോക്കാനെന്നുള്ള മട്ടിൽ കയറി തപ്പണം. വേണ്ട, അത് വേണ്ട. എന്റെ നിഴൽ ആ ഭാഗത്തെങ്ങാണ് കണ്ട രണ്ടുപേരും സംശയിക്കും. കുറച്ചായിട്ട് ഞാൻ ആ മുറിയിൽ കയറാത്തല്ലേ. എങ്കിൽ പിന്നെ രണ്ടാളും സ്ഥലത്തില്ലാത്ത നോക്കി ഞാനൊരു കൈ നോക്കിയേക്കാം. അതൊക്കെ എന്നതേലും കാര്യത്തിന് ജേഡി ഇവിടുന്ന് പുറത്തു പോയല്ലേ പറ്റത്തുള്ളൂ. ആ, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞെന്നും വരും. എന്നാലും അവൾക്കെതിരെ ശക്തമായ ഒരു തെളിവ് നമുക്ക് കിട്ടുമെങ്കിൽ അത് വേണോ അമ്മാമേ? മറ്റെന്തിനേക്കാട്ടിലും വിശ്വേട്ടന്റെ കൈപ്പടയിൽ എഴുതപ്പെട്ട സത്യം ജേഡി വിശ്വസിക്കും. കുന്തം അവിടെ പാവാടയും ബ്ലൗസും നാശം എവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണോ എന്തോ. Shit. Shit. എന്താ ഇതൊക്കെ? എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ജിഷയുടെ മുറി ഞാൻ ചിലപ്പോൾ ഇതുപോലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. എന്തിന്? അവളിവിടുന്ന് പുകച്ച് പുറത്തിയടിക്കാൻ പാകത്തിൽ എന്ത് രഹസ്യം നീ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ജിഷയ്ക്ക് ഇവിടെ കൂടെ കൂടെ ആരുടെയൊക്കെയോ കത്ത് വരാറുണ്ട്. അത് ആരുടേതാണെന്നും അതിലെ മാറ്റർ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഒരു കാര്യമില്ല. സ്വന്തം മകളെപ്പോലെ കരുതേണ്ട ഒരു കുട്ടിയിൽ തെറ്റുകൾ മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്ന നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് അംഗീകരിച്ചു തരാനാവില്ല. അല്ലെങ്കിലും ഇപ്പൊ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ചെയ്തൊക്കെ എന്തിനാണെന്ന് ജേഡിക്ക് മനസ്സിലാവും. ഇതിലപ്പുറം നിന്നെ ഇനി മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഒന്നിനൊന്ന് തരംതാണ തരത്തിലാണ് നിന്റെ നീക്കങ്ങൾ. നാശത്തിനല്ലാതെ ഒരിക്കലും ഇത് നല്ലതിനല്ലാന്ന് മനസ്സിലാക്ക്. എന്നതാ കുഞ്ഞെ, എന്നതാ ഉണ്ടായേ? കലി തുള്ളിക്കൊണ്ട് ജേഡി ഇറങ്ങി ഔട്ട് ഹൗസിലോട്ട് പോയല്ലോ. ഞാൻ ജിഷയുടെ മുറി പരിശോധിക്കുന്നത് കണ്ടു. അതിന്റെ ദേഷ്യ. ഓ, അതാണോ? അവളുടെ മുറിന്ന് വല്ലതും കിട്ടിയോ മോളെ? ദാ. എന്റെ കർത്താവേ, ഞാനിത് എന്നതാ കാണുന്നേ? അപ്പോ സ്റ്റുഡിയോക്കാരനെ പാട്ടിലാക്കിയതും അവള് തന്നെയാണല്ലയോ?
അല്ലെങ്കിൽ പിന്നെ ഇത് അവളുടെ പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ലല്ലോ. ഈ ഫോട്ടോ കണ്ടിട്ടാണോ ജേഡി തുള്ളിച്ചാടിപ്പോയത്? അല്ല, ഞാനിത് കാണിച്ചില്ല. ഛേ, അതെന്നതാ കാണിക്കാഞ്ഞ്? മുഖത്തോട്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കണ്ടായോ? ആ നേരത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ജേഡിയുടെ അപ്പോഴത്തെ കാഴ്ചപ്പാടില് ഇതൊരു കളവ് മുതലല്ലേ. അല്ലെങ്കിൽ തന്നെ ജിഷയെക്കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അപ്പൊ പിന്നെ ഇത് നോക്കാൻ പോലും നിൽക്കാതെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ജിഷയെ തിരിച്ചേൽപ്പിക്കുകയുള്ളൂ. എനിക്കിത് വേണം, ഇവളെ ഒന്ന് നേരിട്ട് കാണാൻ. ജിഷയുടെ അമ്മ ഇവള് തന്നെയാണെന്ന് അമ്മാമ്മയ്ക്ക് ഉറപ്പല്ലേ? ഉറപ്പാ കുഞ്ഞേ. എന്തോരം അമ്മമാരെയും മക്കളെയും കണ്ടിരിക്കുന്നു ഈ കാലത്തിനിടയിൽ. എനിക്ക് കാഴ്ചയും കേൾവിയും ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ രമണി പ്രസവിച്ച കൊച്ചു തന്നെയാണ് ജിഷ. നീ ആ ഫോട്ടോ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി ജേഡിക്ക് മുന്നിൽ ഇട്ടേച്ച് പറയാം അവൾ ആരാണെന്നും എന്നാത്തിനാ ഈ നാടകമൊക്കെ കളിച്ചതെന്നും പോയി അന്വേഷിക്കാൻ. വേണ്ട മാമേ, അതിനൊന്നും ജേഡി തയ്യാറാവില്ല. കൂടി വന്ന വിശ്വേട്ടനെ കാണട്ടെ എന്ന് പറയും. അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാലോ ഏത് കാര്യത്തിനും കോംപ്രമൈസേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ഇനിയും പറയാതിരുന്ന ജിഷ വിശ്വത്തിന്റെയും മണിയമ്മയുടെയും മകളല്ല എന്നുള്ള സത്യം ജേഡി എങ്ങനെ അറിയും? വെറുതെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് തോന്നില്ല മാമേ. സ്വന്തം മകളെ പോലെ കരുതിപ്പോയതുകൊണ്ട് കൈയൊഴിയാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെ ഇവിടെ നേരിട്ട് വന്ന് ജിഷയെ ഇവിടെ നിറക്കിക്കൊണ്ടുപോകും. അതിനുവേണ്ടി മാത്രം ഇവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എങ്ങനെ? അവളെ പറ്റി നിനക്ക് എന്തറിയാം? അല്ലെങ്കിൽ പിന്നെ ഈ ഫോട്ടോ റോക്കി ഏൽപ്പിക്കണം. അവനാകുമ്പോ ലോകത്ത് എവിടെയുണ്ടെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. വേണ്ട, ഇനി എല്ലാം എന്റെ കൈപ്പിടിയിൽ തന്നെ ഒതുങ്ങുമോ മാമേ? എന്റെ കയ്യിൽ ഇതുണ്ടല്ലോ. ആ, ഞാനിപ്പോ ഒന്ന് പുറത്തു പോവാ. ജേഡി ചോദിച്ചാ പള്ളിയിലോ മറ്റോ പോയെന്ന് പറഞ്ഞാ മതി. പോകാം. മേഡം എങ്ങോട്ടെന്ന് പറഞ്ഞില്ല? ജിഷയുടെ വീട്ടിലേക്ക്. മോളെ, എന്നതാ അമ്മച്ചി ഇവിടെ നിൽക്കുന്നേ? എന്നതേലും പ്രശ്നമുണ്ടോ? ആ നീ വന്നത് നന്നായി. ഇവിടെ മൊത്തം പ്രശ്നമാ. അമ്മച്ചി കാര്യം പറ. ജേഡിയോട് നാദിറ കൊച്ചിന്റെ കാര്യം വല്ലതും സംസാരിച്ചോ? സംസാരിച്ചൊന്നുമില്ല. പക്ഷെ ഉടനെ സംസാരിക്കാനുള്ള തെളിവ് നാദിറ മോൾക്ക് കിട്ടി. എന്നാ തെളിവാ? ആ ഫോട്ടോ അന്ന് സ്റ്റുഡിയോക്കാരന്റെ കയ്യിൽ നിന്ന് ആരാണ്ടോ കൊണ്ടുപോയിന്ന് പറഞ്ഞില്ലയോ? അത് ആരാണ്ടോ അല്ല അമ്മച്ചി, ആ കൊച്ചിനൊരു വാലുണ്ട്, ഒരു പത്രക്കാരൻ, അവനാ കൊണ്ടുപോയത്. അത് അപ്പൊ തന്നെ ജിഷയുടെ കൈ കിട്ടിക്കാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ എന്നതായാലും കർത്താവ് അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചല്ലോ, അത് മതി. എങ്കി അതിങ്ങ് തന്നേരമ്മച്ചി. ഇപ്പൊ തന്നെ അവൾ ഏതാന്ന് ഞാൻ കണ്ടുപിടിച്ചേച്ചും വരാന്നേ. ഫോട്ടോയും കൊണ്ട് നാദിര പോയിരിക്കുക റോക്കി. അതാ ഞാനിവിടെ നിന്നേ. എങ്ങോട്ടാ പോണെന്ന് എത്ര ചോദിച്ചിട്ടും അവള് പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. നന്നായി അമ്മച്ചി, ആൾമാറട്ടോ അല്ലയോ കേസ്. വേഷം മാറി വന്നവളും വേഷം കെട്ടിച്ച് വിട്ടവരും ഒക്കെ കുടുങ്ങും. ഏയ്, സ്റ്റേഷനിലേക്കൊന്നും ആവില്ല. എനിക്ക് തോന്നുന്നത് മണിയമ്മയുടെ അടുത്തേക്കായിരിക്കും. എന്നതായാലും നീ അവളുടെ പുറകെ ഒന്ന് ചെല്ലു റോക്കി. ഒരാവേശത്തിന് അവളെ എന്നതാ കാട്ടിക്കൂട്ടാന്നൊന്നും പറയാനൊക്കത്തില്ല. അമ്മച്ചി പേടിക്കാതിരി. അവൾ എവിടെ പോയതായാലും ഞാൻ വിളിച്ചോണ്ട് വന്നാളോന്നേ. ആ പിന്നെ ജേഡിയോട് ഇനി എത്രയും പെട്ടെന്ന് കാര്യം അവതരിപ്പിച്ചേക്കണം. ചിലപ്പോ അയാള് ജിഷയെ ഇറക്കി വിട്ടില്ലാന്നും വരും. അങ്ങനെ ഒരു സംശയം നാദരയും പറഞ്ഞു. ചേട്ടന്റെ മകളല്ലാന്നറിഞ്ഞിട്ടും ജേഡി ആ കൊച്ചിനെ വളർത്താൻ തന്നെ തീരുമാനിച്ച നമ്മൾ എന്നാ ചെയ്യും റോക്കി? എന്നാ ചെയ്യാനാ? നാദിറയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും എന്റെ വീട്ടിലേക്ക്. അവിടെ ആവുമ്പോ അധികം ദൂരമൊന്നും ഇല്ലല്ലോ. ജേഡി ആ പെണ്ണിനെ എന്ന് ഇവിടുന്ന് കെട്ടിക്കുന്നോ അന്ന് നാദിറ മോൾ ഇങ്ങോട്ട് വന്നാ മതി. ആ അതെന്നാ വേണം വെച്ചാ നമുക്ക് ആലോചിക്കാം. നീ ഇപ്പൊ നാദരെ കണ്ടുപിടിച്ചേച്ചു വാ. എന്റെ കൊച്ചിങ്ങ എത്തിയാലേ എനിക്ക് സമാധാനാകത്തുള്ളൂ. അമ്മച്ചിക്ക് ഒരു സമാധാനക്കേടും വേണ്ട. ഞാൻ ദേ അവളെ കൊണ്ട് ഇങ്ങെത്തി.
മാഡം ജിഷക്കുഞ്ഞിൻ്റെ ഏത് വീട്ടിലേക്കാണ് പോകേണ്ടത്? ഏത് വീട്ടിലേക്കെന്ന്? ആ ബിജുവിന് ജിഷയുടെ ഏതൊക്കെ വീടറിയാം? അല്ല, വണ്ടി വാങ്ങിയ ദിവസം ജിഷക്കുഞ്ഞ് വിഷ്ണു സാറിനൊപ്പം പോയൊരു വീടുണ്ട്. അവിടേക്കാണോ അതോ ഇനി മണിയമ്മയുടെ വീട്ടിലേക്കാണോ എന്ന് അറിയാൻ ചോദിച്ചതാ. പോകാനിറങ്ങിയത് മണിയമ്മയുടെ വീട്ടിലേക്കാണെങ്കിലും ഇനി നമുക്ക് പോവേണ്ടത് ബിജു ആദ്യം പറഞ്ഞ വീട്ടിലേക്കാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജിഷയുടെ ശരിയായ വീട്ടിലേക്ക്, ശരിക്കുള്ള അമ്മയെ കാണാൻ. നീ അത്രയ്ക്ക് വിഷമിക്കൊന്നും വേണ്ട ഗീതേ. ജിഷമോള് പറഞ്ഞ പോലെ അവരെന്തൊക്കെ അന്വേഷണം നടത്തിയാലും അവസാനം തെളിയാൻ പോന്നത് അവളുടെ സ്വന്തം അച്ഛനാണ് ജയദേവനെന്നല്ലേ. അതറിയുന്നതോടെ വിധി നമുക്ക് അനുകൂലമാവണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ എഴുത്തി? ഏതു നേരത്തും ദൈവങ്ങൾ തന്നെ മനസ്സില്. ദൈവങ്ങളോട് അടുക്കും തോറും സങ്കടം കൂടുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിലത് ശരിയോ? വയറ്റിൽ മോളുടെ തുടുപ്പുണ്ടായപ്പോ അത് ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് ദേവേട്ടനോട് പറയൂന്ന് മനസ്സിൽ കരുതിപ്പോയതിന്റെ ശിക്ഷയല്ലേ ഇത്രയും നാളും ഞാനും എന്റെ മോളും അനുഭവിച്ചത്. സാരമില്ല ഗീതേ. ആ നടക്കൽ നിന്റെ മോളുടെയും കൈയും പിടിച്ച് ജയദേവൻ ഒരു ദിവസം പോവും. അതോടെ നിന്റെ എല്ലാ സങ്കടവും തീരില്ലേ? എന്റെ സങ്കടം തീരാൻ വേണ്ടിയല്ല, എന്റെ മോൾക്ക് അവളുടെ അച്ഛനെ കിട്ടാൻ വേണ്ടി. മതി ഗീതേ, കണ്ണു തുടയ്ക്ക്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. എഴുത്തി ഇനി എപ്പോഴും ഇങ്ങോട്ടൊക്കെ വരാം ഗീതേ. ഇതിപ്പോ നാദര അന്വേഷണം തുടങ്ങിയ കാര്യം നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാ. എന്നിട്ടും ഒരു ദിവസം നീ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയില്ലേ? പറമ്പിൽ ഇച്ചിരി പണിയൊക്കെയുണ്ട്. മോളുടെ കാര്യത്തിന് പിന്നാലെ നടന്ന് അതൊന്നും ഇപ്പൊ നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റാറില്ല. തീരെ കണ്ണുകൊടുക്കാതിരുന്ന എന്റെ ചെലവിനുള്ള ആദായം കൂടി ഇല്ലാണ്ടാവും. എന്നാലും എഴുത്തിക്കൊരു മുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ചെറിയൊരു ജോലിയും അത്യാവശ്യത്തിന് തയ്യലും ഉണ്ടല്ലോ. പിന്നെ മോളുടെ ഒരു കാര്യം ഇപ്പൊ നോക്കേണ്ടതുമില്ല. പക്ഷേ എഴുത്തി ഒരിക്കലും ഇങ്ങോട്ടൊന്നും ചോദിക്കില്ലല്ലോ. അത് വിശ്വേട്ടൻ പഠിപ്പിച്ചൊരു ശീല. ആ മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാലും അതൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ അറിയിക്കാറില്ല. എന്നോടെപ്പോഴും പറയും, അരവയർ മുറുക്കിയെടുത്താലും അടുക്കളയിലെ ദാരിദ്ര്യം പുറത്തറിയരുതെന്ന്. അദ്ദേഹം സഞ്ചാരിയായി പോയിട്ടും മുറുക്കിയെടുത്തതല്ലാതെ മുറ്റത്തിറങ്ങിയ ഒരാളുടെ നേരെയും കൈനീട്ടിയിട്ടില്ല മണിയമ്മ. ഇനി അങ്ങനെയൊക്കെ കഴിഞ്ഞാ മതി ഗീതേ. ഞാൻ ഇറങ്ങാം. എന്റെ ഈശ്വര, ജയദേവന്റെ കാറാണല്ലോ അത്. ഗീത നീ ഹോസ്പിറ്റലും വീട്ടിലും ആന്റി എന്നും പറഞ്ഞു വന്ന ജിഷയുടെ യഥാർത്ഥ അമ്മ എവിടെയാണെന്നോ ആരാണെന്നോ ഈ ലോകത്ത് വിശ്വേട്ടന് മാത്രമേ അറിയുള്ളൂ അല്ലേ? നിങ്ങൾ അവളെ കണ്ടു എന്നല്ലാതെ വേറൊന്നും അവളെ കുറിച്ച് അറിയില്ല. അത് ഹോസ്പിറ്റലിൽ വന്നത് ഈ രമണി തന്നെയാ. പക്ഷേ വീട്ടിൽ വന്ന ആന്റിയാ ജിഷമോളുടെ അമ്മ. അവരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നാ ഞാൻ പറഞ്ഞു. ഓക്കേ, അപ്പോ ഇതോ? ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ കാണിച്ചു തന്നേ പറ്റൂ എന്ന് പറയാൻ വേണ്ടിയാ ഒരിക്കൽ കൂടി നിങ്ങളെ തിരക്കി ഞാൻ ഇറങ്ങിയത്. പക്ഷേ വീണ്ടും നിങ്ങൾ എന്നെ ചതിക്കുമെന്ന് തോന്നിയത് കൊണ്ടാവാം ദൈവം എന്നെ എത്തിക്കേണ്ടടുത്ത് തന്നെ എത്തിച്ചു. അതെ, എത്തിക്കേണ്ടടുത്ത് തന്നെ ദൈവം നിങ്ങളെ എത്തിച്ചു. എന്റെ മോള് തന്നെ അവള്. ഞാൻ നൊന്തുപെറ്റ് തറയിലും തലയിലും വെക്കാതെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തി എന്റെ മോള്.
അതിലപ്പുറം വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കേ. ഇനി ഒന്നും എനിക്ക് ഒളിക്കാനില്ല. വേണ്ട, ഇവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്കെന്താ അധികാരം? തെറ്റ് ചെയ്തവർ നമ്മളാ. ക്ഷമിക്കണം മോളെ. അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ കിട്ടാൻ ഭാഗ്യമില്ലാതെ വളർന്ന ഇവളുടെ മകളെ ആ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഏൽപ്പിക്കണമെന്ന് വിശ്വേട്ടന്റെ ആഗ്രഹമായിരുന്നു. സ്വന്തം അനിയനോളം പറ്റിയ ഒരാൾ അതിന് വേറെ ഇല്ലെന്ന് തോന്നിയതുകൊണ്ടാ വിശ്വേട്ടൻ അങ്ങനെ ചെയ്തത്. എന്റെ ജിഷമോളെ ജയദേവന് പണ്ട് വലിയ കാര്യമായിരുന്നതുകൊണ്ട് അവളെന്നും പറഞ്ഞ് ഏൽപ്പിച്ച പൊന്നുപോലെ അവൻ നോക്കിക്കൊള്ളൂന്ന് കരുതി മാത്ര ഇങ്ങനെയൊക്കെ ചെയ്തത്. ലജ്ജയില്ലല്ലോ നിങ്ങൾക്ക്? ഭർത്താവിന് അവിഹിതമായിട്ടുണ്ടായ മകളെ സ്വന്തം മകളാന്ന് പറഞ്ഞ് നടത്താൻ. നാദരേ, എന്റെ ഈശ്വര, കേൾക്കില്ല. നിന്റെ ഒന്നും വിളി ഒരു ഈശ്വരനും കേൾക്കില്ല. മാനമില്ലാത്ത ഏട്ടന് മാനം കെട്ടുണ്ടായ കുട്ടിയെ അഭിമാനത്തോടെ കഴിയുന്ന അനുജന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുക. അവസാനം ആ കുട്ടിയെ നീക്കെ. വേണ്ട, നീ അകത്ത് പോ. ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മള്. എന്ത് വിധി? ഞാനും എന്റെ മോള് വിചാരിച്ച ഇവളുടെ വിധി മാറ്റി കുറിക്കാൻ പറ്റും. ഇല്ല, നിന്നെപ്പോലൊരു വഴിപിഴച്ചവള് വിചാരിച്ചാലൊന്നും നാദരെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ദൈവം അതിന് സമ്മതിക്കില്ല. അതിന്റെ തെളിവാ നിന്റെ മുന്നിൽ തന്നെ ഞാനിപ്പോ വന്നുവിട്ടത്. ഇനി എനിക്ക് കിട്ടേണ്ട സ്നേഹം അപഹരിച്ച് നിന്റെ മകൾ അവിടെ ജീവിക്കില്ല. ജീവിക്കാൻ നാദരെ സമ്മതിക്കില്ല. ഈ നിമിഷം തന്നെ നീ അവളെ അവിടെ ഇറക്കിക്കൊണ്ട് പോണം. അതോ പോലീസുകാരെ വിട്ട് ആൾമാറാട്ടത്തിന് ഞാൻ കേസ് എടുപ്പിക്കണം? വേണ്ട, ഒന്നും വേണ്ട. ഞാൻ വന്ന ജിഷമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. അതുപോരാ, ഇവള് തന്നെ വരണം. എന്നിട്ട് ഇവളാണ് അവളുടെ ശരിയായ അമ്മയെന്ന് പറഞ്ഞ് എല്ലാവരും കാണെ അവളെ വിളിച്ചിറക്കണം. അതെങ്ങനെയാ? വിശ്വേട്ടനെ ഏൽപ്പിച്ച കുട്ടിയെ ഒരു പരിചയമില്ലാത്ത ഇവളുടെ കൈ ജയദേവൻ തിരിച്ചേൽപ്പിക്കോ? എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ ജയദേവനോട് എല്ലാ കാര്യം തുറന്നു പറഞ്ഞ് ഞാൻ കൂട്ടിക്കോളാം ജിഷമോളെ. അതേ നടക്കൂ. ശരി, വാ. ഇതോടെ എല്ലാം തീർന്നു എന്നൊന്നും നീ കരുതണ്ട. ഇത്രയും നാൾ എന്നെ തീ തീറ്റിച്ചതിന് നീയും നിന്റെ മോളും പുറകെ അനുഭവിച്ചോളൂ. വാ.